യുവജനങ്ങളില്ലാതെ ഡിവൈഎഫ്ഐയുടെ മനുഷ്യച്ചങ്ങല. വയോധികരും മുതിർന്നവരുമാണ് മനുഷ്യച്ചങ്ങലയിൽ പങ്കെടുക്കുന്നത്. യുവാക്കളെ തികയാതെ വരുമെന്നതിനാലാണ് മുതിർന്നവർ ഇറങ്ങണമെന്ന് CPM നിർദ്ദേശം നൽകിയത്. സർക്കാർ ജീവനക്കാരും ഡിവൈഎഫ്ഐയുടെ മനുഷ്യച്ചങ്ങലയിൽ പങ്കെടുക്കുന്നുണ്ട്. വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് MK വിനോദ് ചേരുന്നു. വിനോദ്, എന്താണ് ഇത് സംബന്ധിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ? ഡിവൈഎഫ്ഐയുടെ മനുഷ്യച്ചങ്ങലയിൽ യുവാക്കളെക്കാൾ കൂടുതൽ വയോധികരും അതുപോലെ തന്നെ മുതിർന്നവരുമാണോ പങ്കെടുക്കുന്നത്? ഡിവൈഎഫ്ഐയുടെ മനുഷ്യച്ചങ്ങല യുവാക്കളെ അണിനിരത്തി കാസർഗോഡ് മുതൽ തിരുവനന്തപുരത്ത് കവടിയാറിൽ പ്രത്യേകിച്ച് രാജ്ഭവന് മുമ്പിൽ വരെ ഇടമുറിയാതെ മനുഷ്യച്ചങ്ങല തീർക്കുമെന്നായിരുന്നു ഡിവൈഎഫ്ഐയുടെ പ്രഖ്യാപനം. യുവജന സംഘടനയാണ് CPMന്റെ യുവജന സംഘടന, ഡെമോക്രാറ്റിക് യൂത്ത് ഫെഡറേഷൻ ഓഫ് ഇന്ത്യ. ഈ സംഘടന യുവാക്കളെ അണിനിരത്തി, യുവാക്കളെ അണിനിരത്തി കേന്ദ്ര സർക്കാരിനെതിരെ വലിയ മനുഷ്യച്ചങ്ങല തീർക്കും എന്നായിരുന്നു പ്രഖ്യാപനം. പക്ഷേ ഇന്ന് സംഘാടകർ ഇന്നലെ ഒക്കെ കാര്യങ്ങൾ പറഞ്ഞെങ്കിലും അവർക്ക് മനസ്സിലായി ഇത്രയും യുവാക്കളെ ലഭിക്കാൻ ഉള്ള സാധ്യത വളരെ കുറവാണ്. അതുകൊണ്ട് പാർട്ടി ഘടകങ്ങൾക്ക് പ്രത്യേക നിർദ്ദേശം നൽകി. പാർട്ടിയിൽപ്പെട്ടവർ ഒക്കെ തന്നെ ഈ മനുഷ്യച്ചങ്ങലയിൽ അണിചേരണം. പ്രായം ഒരു പ്രശ്നമല്ല, 50ഉം 60ഉം വയസ്സുള്ളവർ വരെ മനുഷ്യച്ചങ്ങലയിൽ അണിചേരണം എന്നുള്ള ഒരു നിർദ്ദേശം പാർട്ടി എല്ലാ ഘടകങ്ങൾക്കും നൽകി. അത് പാർട്ടിയുടെ എല്ലാ പോഷക സംഘടനകൾക്കും നൽകി, തൊഴിലാളികൾ സംഘടനകൾക്ക് നൽകി, വനിതാ സംഘടനയ്ക്ക് നൽകി, എന്തിനു പറയുന്നു സർക്കാർ ജീവനക്കാർക്ക് വരെ നൽകി. പാർട്ടി ചാനലായ പാർട്ടി പത്രം കൈരളി, അതേപോലെ തന്നെ ദേശാഭിമാനി തുടങ്ങിയ പാർട്ടി പത്രത്തിലെയും പാർട്ടി മീഡിയയുമായി ബന്ധപ്പെട്ട ആളുകളെ വരെ റോഡിലിറക്കിയാണ് ഒരു പരിധിവരെ മനുഷ്യച്ചങ്ങല വിജയിപ്പിക്കാൻ ശ്രമിച്ചത്. അപ്പോൾ യുവാക്കളുടെ പ്രശ്നങ്ങൾ കേന്ദ്ര സർക്കാരിൻ്റെ മുന്നിൽ അവതരിപ്പിക്കാൻ ഇവർ നടത്തിയ ശ്രമം യുവാക്കളെ തികയാതെ വന്നു എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട കാര്യം. അതുമാത്രമല്ല, ഈ യുവാക്കൾ ഇങ്ങോട്ടേക്ക് ഡിവൈഎഫ്ഐയുടെ സമ്മേളനത്തിലേക്ക് എത്താതിരുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണം ഈ കേരള സർക്കാർ ഈ യുവാക്കൾക്ക് വേണ്ടി എന്താണ് ചെയ്യുന്നത് എന്നുള്ള വലിയ ചോദ്യചിഹ്നമുണ്ട്. നമ്മൾക്കറിയാം, കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടതാണ് PSC റാങ്ക് പട്ടികയിൽപ്പെട്ട പോലീസ് ഉദ്യോഗാർത്ഥികൾ. അവർ ഇന്നലെയും സെക്രട്ടേറിയറ്റ് നട മുതൽ അങ്ങ് കാസർഗോഡ് വരെ അവർ സമരം നടത്തി. അവർ മനുഷ്യച്ചങ്ങലയൊന്നും ആയിരുന്നില്ല. എല്ലാ ജില്ലാ ആസ്ഥാനങ്ങളിലും PSC റാങ്ക് ഹോൾഡേഴ്സ്, റാങ്ക് ലിസ്റ്റിൽപ്പെട്ട ഉദ്യോഗാർത്ഥികൾ പഠിച്ച് PSC പാസ്സായി റാങ്ക് പട്ടികയിൽ വന്നിട്ടും ജോലി കിട്ടാതെ സർക്കാരിന് മുമ്പിൽ PSCക്ക് മുമ്പിൽ കാത്തു നിൽക്കുന്ന നൂറുകണക്കിന് ഉദ്യോഗാർത്ഥികൾ നിരനിരയായി അവർ സമരം നടത്തി. ഒരു ദിവസത്തെ ഉപവാസം നടത്തി. ഇതിനൊരു മറുപടി ഡിവൈഎഫ്ഐക്കില്ല, യുവജനക്ഷേമ വകുപ്പിനില്ല, ഇവിടുത്തെ സർക്കാരിനില്ല, പിണറായി സർക്കാരിനില്ല. ഇതൊന്നുമില്ലാതെ വെറും കപടമായ BJP അല്ലെങ്കിൽ കപടമായ രാഷ്ട്രീയം മാത്രം മുന്നിൽ കണ്ട് അന്ധമായ BJP വിരോധം മൂലം കേന്ദ്ര സർക്കാരിനെതിരെ മനുഷ്യച്ചങ്ങല, യുവാക്കളുടെ മനുഷ്യച്ചങ്ങല എന്ന് കൊട്ടിഘോഷിച്ച പരിപാടി വയോധികരെയും പ്രായമായവരെയും സർക്കാർ ജീവനക്കാരെയും ഒക്കെ ഉൾപ്പെടുത്തിയാണ് ഒരു പരിധിവരെ അവർ ഇന്ന് വൈകിട്ട് മനുഷ്യച്ചങ്ങല തീർത്തത് എന്നാണ് ഇതിൽ നിന്നും നമുക്ക് മനസ്സിലാകുന്നത്. വിനോദ്, മനുഷ്യച്ചങ്ങലയിൽ യുവാക്കൾ പങ്കെടുക്കില്ല എന്ന് ഉറപ്പുണ്ടായിട്ടാണോ നേരത്തെ തന്നെ CPM ഇത്തരത്തിൽ നിർദ്ദേശം നൽകിയിരുന്നത്? യുവാക്കൾക്ക് വേണ്ടിയാണ് ഈ പരിപാടി സംഘടിപ്പിച്ചത്. പക്ഷേ യുവാക്കളെ തികയില്ല. നമ്മൾ എത്രയോ കാലമായി ഡിവൈഎഫ്ഐയുടെ ഒരു മാർച്ച് കണ്ടിട്ട് എത്ര വർഷമായി. ഈ പിണറായി സർക്കാർ അധികാരമേറ്റതിന് ശേഷം ഡിവൈഎഫ്ഐ ഈ നാട്ടിൽ പ്രവർത്തിക്കുന്നുണ്ടോ? SFI ഈ നാട്ടിലുണ്ടോ? ഇതൊക്കെ നമ്മൾ മഷിയിട്ട് നോക്കണം. അവർക്ക് സമരങ്ങളില്ല. കാരണം സംസ്ഥാന സർക്കാർ ഭരിക്കുന്നത് കൊണ്ട് അവർക്കെതിരെ സമരം നടത്താൻ അവർക്ക് കഴിയുന്നില്ല. അതുകൊണ്ട് ഒരു വലിയ സമ്മേളനങ്ങളോ യുവാക്കളെ അണിനിരത്തിയുള്ള വലിയ പ്രക്ഷോഭങ്ങളോ ഒന്നുമില്ലാതെ നിശബ്ദമായി ഡിവൈഎഫ്ഐയും SFIയും പ്രവർത്തിക്കുകയാണ്. അങ്ങനെ പ്രവർത്തിക്കുന്ന സംഘടനയാണ് വളരെ പെട്ടെന്ന് ഒരു മനുഷ്യച്ചങ്ങല തീർക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ശ്രമം നടത്തിയത്. അപ്പോൾ യുവാക്കളെ കിട്ടാതായി, യുവാക്കളെ കിട്ടാതായി. അങ്ങനെ വരുമ്പോഴാണ് അവർ സർക്കാർ ജീവനക്കാരെയും പ്രായമായവരെയും കർഷക തൊഴിലാളികളെയും അതേപോലെ തന്നെ അധ്യാപകരെയും അതേപോലെ വനിതകളെയും ഒക്കെ ചേർത്ത് വെച്ച് ഈ ചങ്ങല പൊട്ടാതെ നോക്കാൻ ശ്രമിച്ചത്. പക്ഷെ പലയിടങ്ങളിലും യുവാക്കളുടെ സാന്നിധ്യം അമ്പേ കുറവായിരുന്നു എന്നുള്ളതാണ് ദൃശ്യങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്നത്. തിരുവനന്തപുരത്ത് നിന്ന് MK വിനോദാണ് വിവരങ്ങൾ നൽകിയത്.